ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് കപ്പലണ്ടി, ഒരു പാക്കറ്റിൽ വെളുത്തിരുന്നത് എള്ളാട്ടോ, അത് വെളുത്ത എള്ളാണ്. പിന്നെ ഒരു ഉണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു മധുരം ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള സ്വീറ്റ് തന്നെയാണ് കപ്പലണ്ടി മിഠായി, എള്ളു മിഠായി. ഇതൊക്കെ ഇഷ്ടമില്ലാത്ത മലയാളികളില്ലല്ലോ. അപ്പോൾ ഇന്ന് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നപ്പോൾ ഒരു മധുരം കഴിക്കാനൊരു തോന്നൽ കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല, കടകളിലൊന്നും പോകാനും പറ്റില്ല, നല്ല മഴ. അപ്പോഴാണ് അടുക്കളയിലുള്ളതൊക്കെ വെച്ചിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കപ്പലണ്ടിയൊക്കെ ഇരിപ്പുണ്ടായി, എന്നാൽ അതൊക്കെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കപ്പലണ്ടി വറുക്കാണ്. പിന്നെ കപ്പലണ്ടി വറുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ എള്ളും വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കപ്പലണ്ടി മിഠായി ആട്ടോ. കപ്പലണ്ടി മിഠായി എന്നല്ല, എള്ളും കൂടി ചേർത്ത്, കപ്പലണ്ടിയും എള്ളും ഒക്കെ ചേർത്തിട്ട്, ഇപ്പം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ ചേർക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് ചേർക്കാം, ചെറുപയർ പരിപ്പുണ്ടെങ്കിൽ അത് വറുത്ത് ചേർക്കാം, ബദാം ചേർക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഗ്രൗണ്ട് നട്ടുകളൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എനർജി ബാറായിട്ട് മാറുകയും ചെയ്യും. എൻ്റെ കയ്യിലിപ്പോൾ ഇത് രണ്ടും ഉള്ളൂ, അപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത്. പിന്നെ ഒരു 2-3 ബദാമം കണ്ട് കിടപ്പുണ്ട്, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്താണെങ്കിൽ മരം വെട്ട് നടക്കാട്ടോ, അപ്പോൾ അത് കാരണം ഒരു വോയിസ് അതിൻ്റെ ഉണ്ടാവും. അപ്പോൾ കപ്പലണ്ടി വറുത്ത് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം എള്ള് വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് വെളുത്ത എള്ളാണ്. ഈ എള്ളാണെങ്കിൽ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ ഞെരിഞ്ഞെരിന്ന് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും, നല്ല സൗണ്ടാണത് കേൾക്കാൻ. അത് മൂത്തു എന്നറിയണത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ സമയത്ത് തന്നെ ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായി, അപ്പോൾ അതും ഉരുകി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അരിച്ച് വേണം കേട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് കല്ലുണ്ടാവും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ കപ്പലണ്ടി നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഇങ്ങനെ തോല് കളയണം എന്നല്ല, കുറച്ചൊന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി എടുത്തിട്ട് ഒന്ന് പാറ്റി കളഞ്ഞെടുക്കാം. ഫുൾ തോല് കളയണില്ല, ഇങ്ങനെ കുറേ തോല് ഇളകി ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് കാണിച്ചിട്ട് പാറ്റി കളഞ്ഞാൽ കുറച്ച് തോലങ്ങ് പൊക്കോളും. അതിൻ്റെ ഇങ്ങനെ കറുത്ത തോലൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പൊക്കോളും. മുഴുവനായിട്ടൊന്നും കളയണില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അത് അങ്ങനെ പൊടി പോലെ പേസ്റ്റൊന്നും ആക്കി പോവരുത്, നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ പാകത്തിന് ഒന്ന് ക്രഷാക്കി എടുക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് എള്ളും കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തുവിട്ട്, എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെയും ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതുപോലെ എന്തുണ്ടെങ്കിലും ഇതുപോലെ വറുത്ത് പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു എനർജി കിട്ടണ ഒരു എനർജി ബാറായി മാറും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ 2 പ്ലേറ്റുകൾ ഇതുപോലെ പരന്ന പ്ലേറ്റുകൾ എടുത്തിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ട് ആ 2 പ്ലേറ്റിലും നെയ്യ് തടവി മാറ്റി വയ്ക്കാം. പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരല്ല കേട്ടോ അടുത്ത ജോലി, അത് കുറച്ച് ടൈം എടുക്കും. ശർക്കര ഒന്ന് പാവ് കാച്ചി എടുക്കണം. നമുക്കൊരു ചെറുതായിട്ടൊന്ന് കുറുങ്ങണ, ഒരുപാട് ഒറ്റനൂൽ പരുവം അങ്ങനെയൊന്നും ആവരുത്, അപ്പോൾ നമ്മുടെ മിഠായി നല്ല ഹാർഡായി പോവും. അത് എത്തണേന് തൊട്ട് മുമ്പുള്ള ഒരു കുറുകിയ ഒരു പാകം വരും, ആ പാകത്തിന് നമുക്ക് ഇതിലേക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ പതിഞ്ഞ് പൊന്തിയൊക്കെ വരും. അപ്പോൾ തീ കുറച്ചൊക്കെ ഇട്ടിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ചില സമയങ്ങളിൽ ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കൊരു മധുരം കഴിക്കാൻ തോന്നുമല്ലേ? എനിക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ എന്ന് പറയണം. വല്ലപ്പോഴൊക്കെ എനിക്കിപ്പോൾ തന്നെ എന്തെങ്കിലും മധുരമുള്ളത് കിട്ടിയെങ്കിൽ എന്നൊരു തോന്നൽ വരും. അപ്പോൾ നമ്മുടെ ശർക്കരയുടെയൊക്കെ പാവ് ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള കൂട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആ കപ്പലണ്ടിയുടെയും എള്ളിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് തന്നെ കിട്ടും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏലക്ക ചേർത്തിട്ടില്ല. പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്യണം. ഇത് തണുക്കാനായിട്ട് നിൽക്കരുത്, തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇളക്കാൻ പറ്റില്ല, ഇതിങ്ങനെ പാറ പോലെ ഉറച്ചു പോകും. അപ്പോൾ അത് കൈ വിടാതെ നോക്കി വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ആ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ
മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് എല്ലായിടത്തും ഈ ശർക്കരയും ഈ പൊടിയും കൂടി മിക്സ് ആവണ പോലെ നമ്മൾ ഇളക്കി എടുക്കണം. അപ്പോൾ വീഡിയോയിൽ ഞാനിപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണോ ഇളക്കിയുള്ളൂ എന്ന് വിചാരിക്കരുത്. കുറേ ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിങ്ങനെ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേശ്ശെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇത് ചൂടോടെ തന്നെ വേഗം കൊണ്ടുപോയി പ്ലേറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് ആ പ്ലേറ്റിൽ ഇങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ ഒരു പരന്ന എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി. ചൂടോടെ തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാൻ കിട്ടില്ല കേട്ടോ. ഇത് ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നത് ആ ഷേപ്പിൽ തന്നെ ആയിപ്പോവും. പിന്നെ ഇനി നമുക്ക് ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കത്തി വെച്ചിട്ട് ഇതിനെ ഒരു കട്ട് ചെയ്ത് ഷേപ്പാക്കി വെക്കാം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് ഉറച്ചു പോകും. പിന്നെ നമുക്കിത് മുറിച്ചെടുക്കാൻ കിട്ടില്ല, നല്ല ഹാർഡാവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ചൂടോടെ തന്നെ ഇത് ഷേപ്പാക്കിയും കൂടി വെച്ചേക്കാം. അങ്ങനെ ഞാൻ എല്ലാത്തിനും ഷേപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നന്നായിട്ട് തണുത്ത് വരും. അപ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ തണുക്കാനായിട്ട് വെച്ചിട്ട് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നോക്കാം. ഇതിങ്ങനെ സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നോളൂ കേട്ടോ. പെട്ടെന്ന് നമ്മൾ നെയ്യ് തടവി വെച്ചതല്ലേ, കണ്ടില്ലേ? ഇതിപ്പോൾ ഇതിൻ്റെ അടി കാണുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നെങ്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെ ഇരുന്നേനെ. ഇപ്പോൾ ഇത് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഒടിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഷേപ്പിന് മിഠായി പോലെ മുറിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാട്ടോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. മിഠായി ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാനിത് 2 പ്ലേറ്റിലത്തെയും ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് പുറത്ത് വെച്ചിട്ട് ബാക്കി കണ്ടെയ്നറിലാക്കി അടച്ചു വയ്ക്കാം. വേണമെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വയ്ക്കാം. ഇതിപ്പോൾ മിഠായി അല്ലേ, കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിലും വെക്കേണ്ട കണ്ടെയ്നറിലും വെക്കേണ്ട, ഇത് ഇപ്പം തന്നെ കാലിയാക്കിക്കോളൂ കേട്ടോ. ഇപ്പം ആണെങ്കിൽ വെക്കേഷനല്ലേ, മക്കൾക്ക് വീട്ടിലിരിക്കുകയല്ലേ എല്ലാവരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പിള്ളേർക്കും സന്തോഷമാവും, നമുക്കും സന്തോഷമാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിഠായിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.